നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ എത്തിച്ചേരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി 2 വിമാനങ്ങൾ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ 2 കേരളത്തിൽ പറന്നിറങ്ങുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. അതുമാത്രമല്ല, നിങ്ങളെ തേടി അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലെത്തിക്കുവാൻ ഇന്ത്യയുടെ വിവിധ കപ്പലുകളും പല വിദേശ രാജ്യങ്ങളിലേക്കും ഇതിനോടകം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ഏറ്റവും സുപ്രധാനമായ ആ വാർത്തയുടെ വിശദവിവരങ്ങൾ ഇങ്ങനെയാണ്. അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ, ഗർഭിണികൾ എന്നിവർക്കാണ് യാത്രയുടെ ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുക. ഇത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യമായിരുന്നു. UAE-യിൽ നിന്ന് ഇന്ത്യക്കാരുടെ മടക്കയാത്രയിൽ ആദ്യം 2 വിമാനങ്ങൾ പറക്കുക കേരളത്തിലേക്കാണ്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ഗൾഫിൽ നിന്നുള്ള ആദ്യ വിമാനം പറന്നിറങ്ങുക. വ്യാഴാഴ്ച തന്നെ 2ാമത്തെ വിമാനം ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്കായിരിക്കുമെന്നാണ് സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2 വിമാനങ്ങളാണ് പ്രധാനമായും ഗൾഫ് മേഖലയിലേക്ക് എത്തുക. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ ഗൾഫ് നാടുകളിലേക്ക് എത്തുകയും ചെയ്യും. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികളെ തിരികെത്തിക്കുവാൻ ദുബൈയിലേക്കും മാലിദ്വീപിലേക്കും നാവികസേനയുടെ കപ്പലുകളും പുറപ്പെട്ടു കഴിഞ്ഞു. മാലിദ്വീപിലേക്ക് 2 കപ്പലുകളും ദുബായിലേക്ക് 1 കപ്പലുമാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. തീരക്കടലിൽ ഉണ്ടായിരുന്ന കപ്പലുകളെ പ്രവാസികളെ തിരികെത്തിക്കുവാൻ നിയോഗിച്ചതായി നാവികസേന അറിയിച്ചിട്ടുമുണ്ട്. INS ജലാശ്വയും INS മകരണയുമാണ് മാലദ്വീപിലേക്ക് പോയിരിക്കുക. ഏത് രാജ്യത്ത് നിന്നാണോ കപ്പലിലോ വിമാനത്തിലോ കയറുന്നത് അവിടെ വെച്ച് തന്നെ അവരുടെ പൂർണ്ണ പരിശോധന നടത്തിയിരിക്കും. കോവിഡ് ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ യാത്രയ്ക്ക് അനുവദിക്കുകയുള്ളൂ. യാത്രയിലുടനീളം യാത്രക്കാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആരോഗ്യ പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളത് നിർദ്ദേശത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. യാത്രാ ചെലവ് പ്രവാസികൾ തന്നെ വഹിക്കണമെന്നും കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലെത്തിയ ഉടനെ തന്നെ മെഡിക്കൽ പരിശോധനകൾ നടത്തി ആരോഗ്യ സേതു ആപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഇതും കേന്ദ്ര നിർദ്ദേശം തന്നെയാണ്. ഇന്ത്യയിലെത്തിച്ച ശേഷം ഇവരെ വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജമാക്കിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിയണം. ക്വാറന്റൈൻ കാലയളവിലേക്ക് വേണ്ട പണവും പ്രവാസികൾ തന്നെ നൽകിയേ തീരൂ. 14 ദിവസത്തെ ക്വാറന്റൈൻ ശേഷമാകും ഇവരുടെ കോവിഡ് ടെസ്റ്റ് നടത്തുകയെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തോളം പേർക്ക് ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തിയ ഈ സാഹചര്യത്തിൽ ആദ്യ ദിനം കേരളത്തിലേക്ക് പ്രവാസികളെ കൂടി എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതായാണ് UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതിയായ പവൻ കപൂർ വ്യക്തമാക്കിയത്. 1,92,500 പേരുടെ പട്ടികയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. 13,000 രൂപയാണ് വിമാന ടിക്കറ്റ് നിരക്കായി ഈടാക്കുകയെന്ന സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നു. ആദ്യഘട്ടത്തിൽ ഗൾഫിൽ നിന്നുള്ളവരെ തിരികെ എത്തിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും മടക്കിക്കൊണ്ടുവരുമെന്നും അറിയുന്നു. മാലിദ്വീപിൽ നിന്ന് 750 പേരെ നാവികസേനയുടെ കപ്പലിലാണ് എത്തിക്കുക. നേരത്തെ ഗൾഫിലടക്കം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസി ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിൽ ആദ്യ വിമാനം UAE-യിൽ നിന്നായിരിക്കുമെന്നാണ് ഉന്നതതല വൃത്തങ്ങൾ അറിയിച്ചത്. അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും വിമാനങ്ങൾ അയക്കുകയും ചെയ്യും. പ്രത്യേക വിമാന സർവീസുകളായിരിക്കും നടത്തുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാനുള്ള നടപടികൾക്ക് വ്യാഴാഴ്ച തുടക്കം കുറിക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുവാൻ കേരളത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള യോഗം രാവിലെ 10 മണിക്കായിരിക്കും ആരംഭിക്കുക. കപ്പലുകളിൽ INS ഷർദുലാണ് ദുബായിൽ എത്തുക. പ്രവാസികളുമായി കപ്പലുകൾ കൊച്ചിയിലേക്ക് എത്തുകയെന്നാണ് അറിയുന്നത്. INS മഗറും INS ഷർദുലും ദക്ഷിണ നാവികസേനയുടെ കപ്പലുകളാണ്. INS ജലാശ്വ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ കപ്പലാണ്. കേന്ദ്ര നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പലുകൾ യാത്ര തിരിച്ചിരിക്കുക. കപ്പലുകൾ 2 ദിവസത്തിനകം ദുബൈയിലും മാലിദ്വീപിലും എത്തുമെന്ന് നാവികസേന അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കപ്പലിൽ 500 മുതൽ 600 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര പേരെ ഉൾക്കൊള്ളിക്കാം എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.